MCQ discussion on cellular telephone evolution. Full form of AMPS, Advanced Mobile Phone System ആണ്, സർവീസ് അല്ല. എസ് സിസ്റ്റം ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. NMT നോർഡിക് മൊബൈൽ ടെലിഫോൺ, AMPS ആയാലും NMT ആണെങ്കിലും രണ്ടും ഫസ്റ്റ് ജനറേഷൻ ആണ്. FDMA ടെക്നോളജിയാണ്, അനലോഗ് ടെക്നോളജിയാണ്. AMPS ഉപയോഗിക്കുന്നത് USA-ലായിരുന്നു, NMT ഉണ്ടായിരുന്നത് യൂറോപ്പിലായിരുന്നു. മെയിൻ ഇംപ്രൂവ്മെന്റ് ഓഫ് 2G ഓവർ 1G. 1G അനലോഗ് ആണ്, FDMA ടെക്നോളജിയാണ്. 2Gയിൽ ഡിജിറ്റൽ ടെക്നോളജിയാണ് വരുന്നത് 2Dയിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഡിജിറ്റലാകുമ്പോൾ ചെറിയ രീതിയിലൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എൻക്രിപ്റ്റഡ് ആയിട്ടുള്ളതായിരിക്കും ഡാറ്റ ട്രാൻസ്മിഷൻ ഉണ്ടാവുക. ഫസ്റ്റ് ജനറേഷനിലെ വോയിസ് മാത്രമായിരുന്നുവെങ്കിൽ സെക്കൻഡ് ജനറേഷനിലെ വോയിസ് പ്ലസ് SMS ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. GSM-ഉം IS-95 വരുന്നത് സെക്കൻഡ് ജനറേഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ. SMS ആൻഡ് NMS സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ജനറേഷനിലാണ്. ഫസ്റ്റ് ജനറേഷനിൽ വോയിസ് ഓൺലി, സെക്കൻഡ് ജനറേഷൻ വോയിസ് പ്ലസ് SMS ആണ്. MMS-ഉം ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് സെക്കൻഡ് ജനറേഷൻ ആണ്. വൈഡ്ലി യൂസ് ചെയ്യുന്നത് തേർഡ് ജനറേഷൻ ആണെങ്കിലും ഇൻട്രൊഡക്ഷൻ SMS-ന്റെയും MMS-ന്റെയും ഇൻട്രൊഡക്ഷൻ വരുന്നത് സെക്കൻഡ് ജനറേഷനിലാണ്. എഡ്ജ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ 2.7G ആണ്. 2.5G GPRS ആണ്. GPRS ആണ് ജനറൽ പാക്കറ്റ് സർവീസ് ആണ്. ഇന്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് GPRS 2.5Gയിലാണ്. എൻഹാൻസ്ഡ് GPRS ആണ് എഡ്ജ് എന്ന് പറയുന്നത്. സോ എഡ്ജിന്റെ ജനറേഷൻ 2.7G ആണ്. എഡ്ജിന്റെ ഫുൾ ഫോം എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ്സ് ഫോർ GSM എവല്യൂഷൻ. UMTS തേർഡ് ജനറേഷനിലാണ് UMTS വരുന്നത്. അതിന്റെ ഫുൾ ഫോം യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇനി LTE വരുന്നത് ഫോർത്ത് ജനറേഷനിലാണ്. LTE ഹൈ സ്പീഡാണ്, ഹാർഡ് ഹാൻഡ് ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. ഹാർഡ് ഹാൻഡ് ഓഫിന്റെ കാരണം ഇവിടെ ഉപയോഗിക്കുന്ന മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്ക് ഓർത്തോഗണൽ FDMA ആണ്, OFDMA. ഓർത്തോഗണൽ FDMAയില് ഹാർഡ് ഹാൻഡ് ഓഫ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ LTEയിൽ ഉപയോഗിക്കുന്നത് ഹാർഡ് ഹാൻഡ് ഓഫ് ആണ്, സോഫ്റ്റ് ഹാൻഡ് ഓഫ് അല്ല. ഉപയോഗിക്കുന്ന മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക് OFDMA, ഹൈ സ്പീഡ് നൽകുന്നതാണ് LTE, ലോങ് ടേം എവല്യൂഷൻ. അടുത്തത് MIMO, മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ഇത് ഫിഫ്ത്ത് ജനറേഷനിൽ ആണ് മാസീവായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർത്ത് ജനറേഷൻ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ MIMO സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫോർത്ത് ജനറേഷനിലാണ്. റിസീവറിന്റെ സെക്ഷനിലും ട്രാൻസ്മിഷൻ സെക്ഷനിലും ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ആയ ആന്റിനാസ് ഉപയോഗിക്കുക. ട്രാൻസ്മിറ്ററിൽ മോർ ദാൻ വൺ ആന്റിന ഉപയോഗിക്കുക. റിസപ്ഷനിലും റിസീവിംഗ് സെക്ഷനിലും മോർ ദാൻ വൺ ആന്റിന ഉപയോഗിക്കുക. ഇതാണ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4G ഓൺവേർഡ്സ് ആണ്. MIMO സ്റ്റാർട്ട് ചെയ്യുന്നത് 4G ഓൺവേർഡ്സ് ആണ്. മാസീവായിട്ട് MIMO ഉപയോഗിക്കുന്നത് ഫിഫ്ത്ത് ജനറേഷനിലാണ്. ഫോർത്ത് ജനറേഷനിൽ 2x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്ററിൽ 2 ആന്റിന, റിസീവറിൽ 2 ആന്റിന. അതേപോലെ 4x4 അത്രേ 4G LTEയിൽ വരുന്നുള്ളൂ. ഫിഫ്ത്ത് ജനറേഷനിൽ 32x32 അല്ലെങ്കിൽ 64x64 അത്രത്തോളം നമ്പർ ഓഫ് ആന്റിനാസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് മാസീവ് MIMO ഇൻ ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. അവിടെ ബീം ഫോമിംഗ്, അതായത് ഹൈലി ഡയറക്റ്റീവ് ആയിട്ടായിരിക്കും. അപ്പോൾ ഹൈ കപ്പാസിറ്റി ആയിരിക്കും, ഹൈലി ഫോക്കസ്ഡ് ബീം ആയിരിക്കും. ഫിഫ്ത്ത് ജനറേഷനിലെ ഹൈ സ്പീഡിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മാസീവ് MIMO ബീം ഫോമിംഗ് തന്നെയാണ്. അടുത്തത് VoLTE എന്നാണ്, വോയിസ് ഓവർ LTE. 4G ഓഫേഴ്സ് ഡാറ്റ. 4Gയിലെ മാക്സിമം വരുന്നത് Gbps-ന് അടുത്ത് വരും. പക്ഷെ നോർമലി വരുന്ന ഡാറ്റ റേറ്റ്സ് 100 Mbps ആണ്. 5G നെറ്റ്വർക്ക്സിലെ മാക്സിമം സ്പീഡ് 10 Gbps, 10 to 15 Gbps, 20 Gbps ഒക്കെ വരും. നോർമലി വരുന്നത് 10 Gbps ആണ്.